ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നസ്രിയ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, അൽതാഫ് സലീം എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ 7ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 7,50,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,38,00,000 രൂപയാണ് ആദ്യ 7 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 8,88,00,000 രൂപയാണ്. വിദേശത്ത് $7,39,000, അതായത് 7,05,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. അങ്ങനെ 15,93,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ആമസോൺ പ്രൈം വഴി ഇന്നലെ രാത്രി 12 മണിയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ച തമിഴ് സിനിമയാണ് കറുപ്പ്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ചയും തമിഴ്നാട്ടിൽ 60 ലക്ഷം റേഞ്ചിൽ കളക്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 167 കോടി റേഞ്ചിലാണ്. അതേസമയം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 14,40,00,000 രൂപയാണ് കേരള ഘടനയായി നേടിയെടുത്തിരിക്കുന്നത്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 327 കോടി രൂപയാണ്. ഒഫീഷ്യൽ കണക്ക് പ്രകാരം 340 കോടി രൂപയും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വളരെ മികച്ച ഹോളുകളെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 22 തിരഞ്ഞെടുത്ത ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 15ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 33 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 ദിവസം കൊണ്ട് കേരളത്തിൽ 13,35,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 15 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 64 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 18 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 9 കോടിയാണ്. ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. പാണ്ഡിരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജയറാം, ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 8,72,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 95 ലക്ഷം, കേരളത്തിൽ 34 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം എന്നിങ്ങനെ 10,06,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി ആദ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,90,00,000 റേഞ്ചിലുമാണ്. മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 29 ദിവസം കൊണ്ട് കേരളത്തിൽ 37,62,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 69 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മികച്ച ഹോൾ നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമ ദൃശ്യം 3 ആണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ 22ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 87,84,00,000 രൂപയാണ് ആദ്യ 22 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വിവിധ ട്രാക്കർമാർ വ്യത്യസ്തമായ രീതിയിൽ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാക്കിനിക്കിന്റെ ഡാറ്റ പ്രകാരം 22 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 236,59,00,000 രൂപയാണ്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ 235 കോടി റേഞ്ചിലേ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.